നമസ്കാരം. LDC 2024 നോട്ടിഫിക്കേഷൻ വന്നിട്ടിപ്പോൾ ഒരു മാസമാകുന്നു. നിങ്ങളിൽ പലർക്കും നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കോട് കൂടി ഈ ഉദ്യോഗം നേടണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ പഠനം അങ്ങോട്ട് ഉഷാറാകുന്നില്ല. ഉഷാറാകാതിരിക്കുന്നതിന് പിന്നിൽ പല ചിന്തകളുണ്ട്, പല ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ ഘടകങ്ങൾ? ഒന്ന്, 10-14 ലക്ഷം പേര് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ചിന്തയാണ്. വലിയ രീതിയിൽ പഠിച്ചിട്ടുള്ള ഒരാളല്ല, ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. അപ്പോൾ ഈ മത്സരത്തിൽ എനിക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയാണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഒരു ഘടകം. അതായത് ഒരു ആത്മവിശ്വാസത്തിൻ്റെ കുറവുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാനായിട്ട് പറ്റും. 14 ലക്ഷം പേരുണ്ടെന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ ഇത് ജില്ലാ അടിസ്ഥാനത്തുള്ള പരീക്ഷയാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി LGS, ഖാദി ബോർഡ് LDC, അതുപോലെ അസിസ്റ്റന്റ് ഗ്രേഡ്, അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള പരീക്ഷകളാണ്. നല്ല മത്സരം ഉണ്ടാവും. പക്ഷേ ഇത് ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഒരു പരീക്ഷയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഇവിടെ അപേക്ഷകരായിട്ട് ഉള്ളത് 50,000 പേരാണ്. ഈ 50,000 പേരിൽ ഒരു 20% പരീക്ഷയ്ക്ക് വരത്തില്ല. അതായത് പരീക്ഷ എഴുതാൻ പോകുന്നത് ഒരു 40,000-ഓളം പേര് മാത്രമാണ്. ഈ 40,000-ഓളം പേരെയും ഗൗരവമായിട്ട് കാണേണ്ടതില്ല. നമ്മൾ ഗൗരവമായിട്ട് പരീക്ഷയെ കാണുന്ന ഒരാളാണെങ്കിൽ ഈ 40,000 പേരെ ഗൗരവമായി കാണേണ്ട കാര്യമില്ല. ഇതിലൊരു 20,000 പേരെങ്കിലും പരീക്ഷയ്ക്ക് അപേക്ഷിച്ചു എന്നുള്ളതല്ലാതെ അതിനു വേണ്ടിയിട്ട് ഒരു ശ്രമം പോലും നടത്തുന്ന ആൾക്കാരല്ല. പിന്നീടുള്ളത് ഒരു 20,000 പേരാണ്. അവർ പരീക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒന്നുമില്ലെങ്കിൽ ഒരു കോച്ചിങ് ക്ലാസ്സിൽ പോയി ചേരുന്നവരായിരിക്കും, ഒന്നുമില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ പുസ്തകം വാങ്ങിച്ച് സ്വയം പഠിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. അവരൊക്കെയാണ് ഈ 20,000 പേരിനകത്തുള്ളത്. അതിൽ തന്നെ ഉദ്യോഗം വേണം, ഉദ്യോഗം കൂടിയേ തീരൂ എന്നുള്ള താല്പര്യമുള്ളവർ ഏതാണ്ട് 10,000 പേരേ ഉള്ളൂ. ഉദ്യോഗം വേണമെന്ന് താല്പര്യമുണ്ട്, ഉദ്യോഗമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് എനിക്കുള്ളത് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും അതിനു വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തുന്നവർ അതിലും വളരെ കുറച്ചേ കാണൂ. ഏതാണ്ട് ഒരു 5,000-ഓളം പേരായിരിക്കും ഞാൻ ഈ 50,000-ന്റെ കണക്ക് പറയുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ 5,000 പേരെന്ന് പറയുമ്പോൾ ഒരു ജില്ലയിൽ ഏകദേശം 1,000 പേരുടെയെങ്കിലും ലിസ്റ്റ് ഇടും. അപ്പോൾ 5,000 പേരെന്ന് പറയുമ്പോഴത്തേക്കും ആ ലിസ്റ്റിൽ ഉൾക്കൊള്ളാൻ പോകുന്ന 5-ൽ ഒരാളായിട്ട് ഇയാൾ മാറും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ. നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിച്ചോണം, നാളെ ലിസ്റ്റിൽ വരാൻ പോകുന്ന 5-ൽ ഒരാളാണ് നിങ്ങൾ. അപ്പോൾ ഈ 5-ൽ ഒരാളായിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അതിൽ ഏറ്റവും നല്ല റാങ്ക് തന്നെ നേടി ഏറ്റവും ആദ്യം ഉദ്യോഗം നേടുന്ന ആളാവുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. അതിനി നിങ്ങളുടെ മുമ്പിൽ 5 മാസം കൂടിയേ ബാക്കിയുള്ളൂ. ആ സമയം നന്നായി ഉപയോഗപ്പെടുത്തിയാൽ മതിയാവും. ഇത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി വേറൊരു ഘടകം, നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന വേറൊരു ഘടകം, ഇപ്പോൾ എവിടെ നോക്കിയാലും ഉപദേശങ്ങളാണ്. യൂട്യൂബ് എന്ന് പറയുന്ന മാധ്യമം വളരെ സജീവമായിട്ട് ഈ മേഖലയിലുള്ളത് കൊണ്ട് എവിടെ നോക്കിയാലും ഉപദേശമാണ്. ക്ലാസ് ഒരിടത്തും ഇങ്ങനെ കാണാറില്ല, എല്ലായിടത്തും ഉപദേശങ്ങളാണ്. ക്ലാസ്സിന് കാഴ്ചക്കാരില്ലല്ലോ, ഉപദേശങ്ങൾക്കാണല്ലോ കൂടുതൽ കാഴ്ചക്കാരുള്ളത്. അതുകൊണ്ട് യൂട്യൂബ് നിറയെ ഉപദേശങ്ങളാണ്. അപ്പോൾ അതിൽ ഉപദേശം വരുമ്പോൾ അതിനകത്ത് വരുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ 5-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള SCERT പുസ്തകങ്ങൾ മൊത്തം പഠിക്കണം. 5-ാം ക്ലാസ് തൊട്ട് 12-ാം ക്ലാസ് വരെയുള്ള SCERT പുസ്തകങ്ങൾ മൊത്തം പഠിച്ചാൽ മാത്രമേ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റൂ. അത് മാത്രമല്ല, ഒരു 10-20 കൊല്ലത്തെ PSC പരീക്ഷകളുടെ ചോദ്യപേപ്പർ മൊത്തം നോക്കണം. പരീക്ഷയുടെ സിലബസ് മാറിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ സിലബസിനനുസരിച്ച് കുറച്ച് പരീക്ഷകളെ നടന്നിട്ടുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതിനകത്ത് തെറ്റില്ല. പക്ഷേ ഇതിനു മുമ്പ് നടന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുക എന്നൊക്കെ പറയുന്നത് അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കച്ചവടമാണ്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ SCERT പുസ്തകങ്ങൾ മുഴുവൻ നോക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ നോക്കണം, PSC ബുള്ളറ്റ് മൊത്തം അരിച്ചു പറക്കണം. 5 മാസം കൊണ്ട് ഇനി മുമ്പിലോട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും അല്ലേ? ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ആലോചിച്ച് പോവാണ്. 5 മുതൽ 12 വരെയുള്ള SCERT പുസ്തകങ്ങൾ പഠിക്കണമെന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം, എൻ്റെ അനുഭവത്തിലുള്ള ഒരു കാര്യമാണ്. 2 തവണ SSLC പരീക്ഷ എഴുതിയിട്ടും ജയിക്കാത്ത ഒരാൾ 3-ാമത്തെ തവണ പരീക്ഷ എഴുതി ജയിച്ചു. പക്ഷേ അയാൾ LD ക്ലർക്ക് പരീക്ഷ 2 തവണ ജയിച്ചു. നമുക്ക് 2 തവണ SSLC
SSLC പരീക്ഷ എഴുതി തോറ്റയാള് 2 തവണ LD ക്ലർക്ക് പരീക്ഷ ജയിച്ചതായിട്ട് എനിക്കറിയാം. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ SCRT പുസ്തകങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും വലിയ ഘടകമായിട്ടില്ല. നിങ്ങളിൽ പലരും ഗ്രാജുവേറ്റ് ആണ്, ഈ പറഞ്ഞ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, PhD-കാരുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷ എഴുതി ജയിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ SSLC 2 വർഷം 2 തവണ എഴുതി തോറ്റ ഒരാളുടെ പ്രയത്നമൊന്നും നിങ്ങൾക്ക് ആവശ്യം വരത്തില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയത്നം അയാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും അറിവുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രയത്നത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. LD ക്ലർക്ക് പരീക്ഷ എന്ന് പറയുന്നത് ഒരു വലിയ പരീക്ഷയൊന്നുമല്ല. ആത്മാർത്ഥമായിട്ട് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പരീക്ഷ ജയിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഘടകമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വലിയ സാറുമാരുണ്ട്. 101 പരീക്ഷകൾ എഴുതി റെക്കോർഡിട്ട് ഗിന്നസ് ബുക്കിൽ കയറിയ ആൾക്കാരൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള ഉപദേശങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ഷ്മികാന്തിൻ്റെ പുസ്തകം പഠിക്കണം, എക്കണോമിക്സ് ആണെങ്കിൽ ഡിഗ്രി ലെവൽ പുസ്തകങ്ങൾ എടുത്ത് വെച്ച് വായിച്ചു പഠിക്കണം, പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാൻ സതീഷ് ചന്ദ്രയുടെ പുസ്തകങ്ങൾ വേണം, പിന്നെ അത് കഴിഞ്ഞിട്ട് കേരള ചരിത്രം പഠിക്കാൻ പ്രൊഫസർ ശ്രീധരൻ നായരുടെ പുസ്തകം നോക്കണം. ഒരു LD ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ആകെ ഉള്ളത് 5 മാസമാണ്. ഇതെല്ലാം പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുമോ? അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ മേഖലയിൽ നിന്ന് പതുക്കെ എസ്കേപ്പ് ആവാൻ നോക്കുകയാണ്. കാരണം നിങ്ങളുടെ മനസ്സിൽ ഇത് എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള ചിന്ത ഈ പറഞ്ഞ വാക്കുകളിലൂടെ നിങ്ങളിലോട്ട് പരക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ചില ആൾക്കാർ റാങ്ക് ഫയലുകളുടെ ഉപാസകരാണ്. റാങ്ക് ഫയലുകളുടെ ഉപാസകർ എന്ന് പറയുമ്പോൾ ചില പ്രത്യേക റാങ്ക് ഫയലുകളുടെ ഉപാസകരാണ്. 5ഉം 6ഉം 7ഉം വോളിയമുള്ള റാങ്ക് ഫയലുകളുടെ പ്രചാരകരായിട്ട് നടക്കുന്ന അധ്യാപകരുണ്ട്. അത് സജസ്റ്റ് ചെയ്യുന്നു, അതാണ് ഏറ്റവും നല്ല പുസ്തകമെന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ 2000-3000 രൂപയൊക്കെ മുടക്കി ആ പുസ്തകങ്ങൾ വാങ്ങിക്കുന്നു. റാങ്ക് ഫയൽ മാത്രം വാങ്ങിച്ചാൽ തീരത്തില്ലല്ലോ. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിക്കണ്ടേ, പിന്നെ SCRT-യുടെ പുസ്തകങ്ങൾ മൊത്തം വാങ്ങിക്കണ്ടേ. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ 10,000-3000 രൂപ പുസ്തകം വാങ്ങിക്കാൻ ചിലവായി. ഇനി അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോഴോ ഇതെല്ലാം കൂടെ മുമ്പിലിട്ട് പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ എവിടെ നിന്ന് പഠിക്കണമെന്ന് അറിയത്തില്ല, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, ആകെ ഒരു കൺഫ്യൂഷനാണ്. അതുകൊണ്ട് പഠനം 1 ഇഞ്ച് പോലും മുമ്പോട്ട് നീങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം. പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു പുസ്തകം മാത്രമേ ഉണ്ടായിരുന്നു എങ്കിൽ ആ പുസ്തകം നിങ്ങൾ മുഴുക്കുകയും പഠിച്ചു തീർക്കുകയും ചെയ്യുമായിരുന്നു, നിങ്ങൾക്ക് നല്ല ഉദ്യോഗം കിട്ടുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ 10-12 പുസ്തകങ്ങളായി. കച്ചവടമാണ്. ആ കച്ചവടത്തിന്റെ ഗുണം അവർക്കാണ് ലഭിക്കുന്നത്. അതിന്റെ ദോഷം മുഴുക്കുകയും ഏൽക്കുന്നത് നിങ്ങളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ അത് പുറകോട്ട് വലിക്കുന്ന മറ്റൊരു ഘടകമാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് 4-5 മാസം മാത്രമാണ്. ഈ പറഞ്ഞ മെത്തേഡിലൂടെയൊന്നും നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നിങ്ങളുടെ മുമ്പിലുള്ളത് 5 മാസം മാത്രമാണ്. 5 കൊല്ലം ഉള്ളപ്പോൾ ഇതൊക്കെ നമുക്ക് പരീക്ഷ നോക്കാവുന്നതേ ഉള്ളൂ. 5 മാസം കൊണ്ട് ഈ പരീക്ഷ ജയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ 100% ഉറപ്പിച്ച് പറയാം, 3 മാസം കൊണ്ട് ഈ പരീക്ഷ ജയിക്കാനായിട്ട് പറ്റും. പക്ഷെ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവണം, കൃത്യമായിട്ടുള്ള പഠന രീതി ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ പരീക്ഷ ജയിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഇതുവരെ തുടങ്ങിയില്ലെങ്കിൽ പോലും ഇത് സാധ്യമാണ് എന്ന് ഞാൻ പറയും. എന്തുകൊണ്ട് പറയുമെന്ന് ചോദിച്ചാൽ ഒരുപാട് പരീക്ഷ എഴുതി പരിചയമൊന്നുമില്ല. 10-12 പരീക്ഷകൾ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ആ 10-12 പരീക്ഷകൾ എഴുതിയപ്പോഴത്തേക്ക് 3-4 പരീക്ഷ ജയിക്കാനായിട്ട് കഴിഞ്ഞതുകൊണ്ട് ആ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസത്തിൽ ഞാൻ പറയാണ്, ശരിയായിട്ടുള്ള രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷ ജയിക്കാനായിട്ട് കഴിയും. ഇതൊരു LD ക്ലർക്ക് പരീക്ഷയാണ്, ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ്. ഇതൊരു ബ്രഹ്മാണ്ഡ പരീക്ഷയല്ല, സിവിൽ സർവീസ് പരീക്ഷയല്ല, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷയല്ല, ഒരു ബ്രഹ്മാണ്ഡ പരീക്ഷയൊന്നുമല്ല. 10,000-40,000 പേര്, അതിൽ തന്നെ സീരിയസ് ആയിട്ട് വരുന്ന 10,000-5,000 പേര്, അവരോട് മത്സരിച്ച് ജയിക്കേണ്ട ഒരു പരീക്ഷ മാത്രമാണ്. അപ്പോൾ അതിന് ഇനിയുള്ള സമയം കൃത്യമായിട്ട് വിനിയോഗിച്ചാൽ നിങ്ങൾക്കത് സാധിക്കും. അവിടെയാണ് ആ പ്രശ്നം വരുന്നത്. എങ്ങനെ കൃത്യമായിട്ട് ആ സമയം വിനിയോഗിക്കും, എങ്ങനെ കൃത്യമായിട്ട് പഠനത്തെ ചിട്ടപ്പെടുത്തും, അവിടെയാണ് നിങ്ങൾക്ക് ഒരു മാർഗദർശി വേണ്ടത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ മാർഗദർശി ആകാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് എന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനൊരു വഴി എന്നുള്ള രീതിയിൽ LD ക്ലർക്ക് പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമി സ്മാർട്ട് ഫയൽ എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകം പറയാണ്, ആ പുസ്തകത്തിന്റെ പേര് സ്മാർട്ട് ഫയൽ എന്നാണ്, റാങ്ക് ഫയൽ എന്നല്ല. റാങ്ക് ഫയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഘടകമുണ്ട്. ആ പറഞ്ഞതിനകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പുസ്തകത്തിന് സ്മാർട്ട് ഫയൽ എന്ന് കൊടുത്തത്. ആ പുസ്തകത്തിന് ഒരു ക്യാപ്ഷൻ കൊടുത്തു. എന്താണ്? വിജയത്തിലേക്കുള്ള പ്രായോഗിക മാർഗം. വിജയത്തിലേക്കുള്ള പ്രായോഗികമായിട്ടുള്ള മാർഗം. വിജയത്തിലോട്ട് പല മാർഗങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ പ്രായോഗികമായിട്ട് നമുക്ക് ഈ 5 മാസം ഉള്ളപ്പോൾ
മുമ്പിലുള്ളപ്പോൾ 6 മാസം മാത്രം മുമ്പിലുള്ളപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണോ അതിനനുസരിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഞാൻ പലവട്ടം ഈ ചാനലിലൂടെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല ഞാൻ. അതും പ്രത്യേകിച്ചും PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ അക്കാഡമിക തലത്തിൽ പലതും കാര്യങ്ങൾ പഠിക്കുന്നത് പല ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ നമ്മളൊരു PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. നമുക്ക് മറ്റ് പണികൾക്കൊക്കെ പോകണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അനന്തമായിട്ട് പഠനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല. അറിവ് കൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റൂ, അതായത് പൊതുവിജ്ഞാനത്തിലൂടെ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ഒരാളുമല്ല. പൊതുവിജ്ഞാനം വേണം, എന്തിനു വേണ്ടിയിട്ട് മാത്രമാണ്? ഉദ്യോഗം നേടുന്നതിന് വേണ്ടി മാത്രമാണ്. ഇതല്ലാതെ എൻ്റെ വട്ടൊന്നുമല്ല പൊതുവിജ്ഞാനം. ലോകത്തുള്ള പാലങ്ങളുടെ പേര് പഠിക്കുക, ലോകത്തുള്ള തലസ്ഥാനങ്ങളുടെ പേര് പഠിക്കുക, ലോകത്തുള്ള അണക്കെട്ടുകളുടെ പേര് പഠിക്കുക, അല്ലെ, ചലിക്കുന്ന പർവ്വതം, ചലിക്കാത്ത പർവ്വതം, നീങ്ങുന്ന പർവ്വതം, ഒഴുകുന്ന പർവ്വതം, ഇതിൻ്റെയൊക്കെ ആവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ആവശ്യമൊന്നുമില്ല. പക്ഷേ ഉദ്യോഗം നേടാനുള്ള ഒരു മാർഗം അതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പൊതുവിജ്ഞാനത്തിനകത്തോട്ട് വരുന്നത്. അപ്പോൾ ആ പറഞ്ഞ രീതിയിൽ നമുക്ക് ഉദ്യോഗം കിട്ടാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പഠനം, അതാണ് നമ്മൾ സ്മാർട്ട് ഫയലിലൂടെ ഉദ്ദേശിക്കുന്നത്. 2 പുസ്തകങ്ങളാണ്. 2 പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ പേടിക്കരുത്. 2 പുസ്തകങ്ങളിലും കൂടെ ഏതാണ്ട് 2000-ൽ താഴെ പേജുകൾ മാത്രമേ ഉള്ളൂ. 3 മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. 5 മാസം പരീക്ഷയ്ക്കുണ്ട്, 3 മാസം കൊണ്ട് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. ഈ 2 പുസ്തകങ്ങൾക്കും കൂടിയുള്ള വില എന്ന് പറയുന്നത് 650 രൂപ മാത്രമാണ്. ശരിക്കും ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1500 രൂപയാണ്. ഒരു പുസ്തകത്തിന് തന്നെ 800 രൂപയാവും, വേറൊരു പുസ്തകത്തിന് 700 രൂപയാണ്. 1500ഓളം രൂപയാണ് ഇതിൻ്റെ വില. ഇപ്പോൾ ഒരു ഓഫർ പ്രൈസിൽ 650 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പുസ്തകം കിട്ടും. അതിൽ ആദ്യത്തെ പുസ്തകത്തിൽ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂടെ ആയിക്കഴിഞ്ഞാൽ മെയിൻ പരീക്ഷയ്ക്കുള്ളതുമായി. അപ്പോൾ അതാണ് 2ാമത്തെ പുസ്തകം. അപ്പോൾ ആദ്യത്തെ പുസ്തകം നിങ്ങൾ പഠിച്ചാൽ ഏത് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് തയ്യാറെടുപ്പ് പറ്റും. ഏത് പരീക്ഷയുടെ അടിസ്ഥാനമായി, അത് LGS പരീക്ഷയാവട്ടെ, അത് UP പരീക്ഷയാവട്ടെ, LP പരീക്ഷയാവട്ടെ, അത് ഡിഗ്രി ലെവൽ +2 ലെവൽ പരീക്ഷയാവട്ടെ, എല്ലാത്തിൻ്റെ ഒരു ബേസ്മെൻറ്റ് കിട്ടും. ഇനി LD ക്ലർക്ക് എന്ന പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് പുറമെ വേറൊരു പുസ്തകം കൂടിയുണ്ട്. അതാണ് 2ാമത്തെ പുസ്തകം. ആ പുസ്തകം കൂടി ആകുമ്പോഴത്തേക്കും ഈ പഠനം പൂർണ്ണമാവും. ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് ഈ പറഞ്ഞ ടൈം ഷെഡ്യൂളിനകത്ത് ഇത് പഠിച്ച് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ എങ്ങനെ വാങ്ങും? അതാണല്ലോ നിങ്ങളുടെ അടുത്ത ചിന്ത. ഈ പുസ്തകം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ആസ്ഥ അക്കാഡമിയുടെ ഒരു അക്കൗണ്ട് നമ്പറുണ്ട്. UPI അക്കൗണ്ട് വഴിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ആ UPI അക്കൗണ്ടാണ് ദാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. QR.ASTHAAC, പിന്നെ അത് കഴിഞ്ഞിട്ട് @SIB. ഈ പറഞ്ഞ UPI അക്കൗണ്ടിലോട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് 650 രൂപയാണ്. ഈ 650 രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് വേണം? പുസ്തകം നിങ്ങളിലോട്ട് എത്തിക്കണം, അല്ലേ? അപ്പം നിങ്ങളുടെ അഡ്രസ്സ് വേണം. നിങ്ങളുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള അഡ്രസ്സ് ആയിരിക്കണം. അതിനകത്ത് പിൻകോഡ് കറക്റ്റ് ആയിരിക്കണം. നിങ്ങളുടെ മൊബൈൽ നമ്പർ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ പിൻകോഡും മൊബൈൽ നമ്പറും കൃത്യമായിട്ടുള്ള ഒരു അഡ്രസ്സ് ഞങ്ങൾക്ക് വേണം. ആ അഡ്രസ്സ് എവിടോട്ട് അയക്കണം? നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ, അതായത് 650 രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ള സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള അഡ്രസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താഴെ തന്നിരിക്കുന്ന നമ്പറിലോട്ട്, വാട്സപ്പ് ചിഹ്നം കാണിച്ചിരിക്കുന്ന ആ താഴെ തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് താഴെ തന്നിരിക്കുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയം നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിന് താഴെയുള്ള നമ്പറുണ്ട്, അതിന് താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഫോൺ നമ്പറുണ്ട്, അതിനകത്തോട്ട് നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യണം? QR കോഡ് വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഡ്രസ്സ് വാട്സപ്പ് നമ്പറിലോട്ട് അയക്കുക, സ്ക്രീൻഷോട്ട് സഹിതം. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻക്വയറിക്കായിട്ട് ഈ താഴെ തന്നിരിക്കുന്ന നമ്പറിലോട്ട് വിളിക്കുക. ഇത്രയുമാണെങ്കിൽ 3-4 ദിവസത്തിനകത്ത് പുസ്തകം നിങ്ങളിൽ എത്തിച്ചു തരാനായിട്ട് പറ്റും. ഇനി ചിലർ ഇതിൻ്റെ ആദ്യത്തെ പുസ്തകം വാങ്ങിച്ചവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ 2ാമത്തെ പുസ്തകം മാത്രം മതിയാവും. 2ാമത്തെ പുസ്തകത്തിന് നിങ്ങൾ 333 രൂപ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഇതൊരു ഓഫർ പ്രൈസ് ആണ്. 1500 രൂപ വില വരുന്ന പുസ്തകമാണ് 650 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നൽകുന്നത്. അതിന് പോസ്റ്റൽ ചാർജ് ഒന്നും തന്നെ ഇല്ല. അതുൾപ്പെടെയുള്ള
പേയ്മെൻ്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കുറേ കാലമായിട്ട് ആസ്ഥയെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്താണ് ആസ്ഥ അക്കാഡമി ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ആ പുസ്തകം വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ആസ്ഥ അക്കാഡമി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കൂടി കാണുന്ന സമയത്ത് നിങ്ങൾ പുസ്തകം തുറന്നു വെച്ച് ഈ ക്ലാസ്സുകൾ മാത്രം കേട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇതൊരു അവസരമാണ്. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ആസ്ഥ അക്കാഡമിയുടെ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നു എങ്കിൽ മാത്രം പുസ്തകം വാങ്ങുക. ഇതൊരു ഓഫർ പ്രൈസ് ആണ്. എന്തായാലും ഓഫർ ഫെബ്രുവരി 10 ശേഷം ഉണ്ടായിരിക്കുകയില്ല. അതിനു മുമ്പ് തന്നെ ചിലപ്പോൾ പുസ്തകം തീർന്നു പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ അവസരം കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ വളരെ ബുദ്ധിപരമായി ഉപയോഗപ്പെടുത്തും എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.